പുതിയ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗാന്ധിജി എവിടെയാണ് ജനിച്ചത്? ഓപ്ഷൻസ്: പോർബന്ദർ, പൂനെ, ബിർള മന്ദിർ, അഹമ്മദാബാദ്. ആൻസർ: പോർബന്ദർ. ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിലാണ്. അടുത്ത ചോദ്യം: ഗാന്ധിജി കേരളം എത്ര തവണ സന്ദർശിച്ചു? ഓപ്ഷൻസ്: 3, 5, 2, 4. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഉത്തരം: 5 തവണ. 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്നും ആ അധ്യാപകനെ നന്ദിയോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ. ഗാന്ധിജി ഏത് അധ്യാപകനെ കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞത്? ജോഷിജി, മാവ്ജി ദാവെ, കരംചന്ദ്, കൃഷ്ണശങ്കർ പാണ്ഡ്യ. ഉത്തരം: കൃഷ്ണശങ്കർ പാണ്ഡ്യ. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: വാർത്താ പദ്ധതി, ബേസിക് എഡ്യൂക്കേഷൻ, നയി താലിം, ഛാത്ര വികാസ്. ഉത്തരം: ഛാത്ര വികാസ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാരെ? ഓപ്ഷൻസ്: ടി കെ മാധവൻ, പി പൽപു, സി വി കുഞ്ഞുരാമൻ, അയ്യങ്കാളി. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ: അയ്യങ്കാളി. അടുത്തത്: ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഓമനപ്പേര് എന്ത്? ബാപ്പു, മഹാത്മാ, മോനിയ, കരംചന്ദ്. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഓമനപ്പേര്? ഉത്തരം: മോനിയ. മോനിയയാണ് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഓമനപ്പേര്. അടുത്ത ചോദ്യം: 61-ാം വയസ്സിൽ 241 മൈൽ നടന്ന ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര എത്ര ദിവസമെടുത്തു? ഓപ്ഷൻസ്: 30 ദിവസം, 24 ദിവസം, 22 രാത്രിയും 23 പകലും, 26 ദിവസം. ഉത്തരം: 24 ദിവസം. അടുത്ത ചോദ്യം: ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ട്? ഓപ്ഷൻസ്: 3, 2, 5, 4. ഗാന്ധിജിയുടെ മക്കളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. ഉത്തരം: 4. ഉത്തരം: 4. അടുത്ത ചോദ്യം: ഗാന്ധിജി ചമ്പാരൻ സമരം നടത്തിയത് ഏത് കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനാണ്? ഓപ്ഷൻസ്: നീലം കർഷകരുടെ, ചണം കർഷകരുടെ, നിലക്കടല കർഷകരുടെ, ആലു കർഷകരുടെ. ആൻസർ: നീലം കർഷകരുടെ. അടുത്ത ചോദ്യം: സബർമതി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ ആതുര ശുശ്രൂഷ നടത്തിയത് ആര്? കസ്തൂർബ, രംഭ, കൗമുദി ടീച്ചർ, സുശീല നയ്യാർ. ഗാന്ധിജിയുടെ ആതുര ശുശ്രൂഷ നടത്തിയത് സുശീല നയ്യാർ. സുശീല നയ്യാറാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം: ഏത് സംഭവത്തിൽ മനം നൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഓപ്ഷൻസ്: ചമ്പാരൻ സംഭവം, ഖേഡ സമരം, ചൗരി ചൗര സംഭവം, തുണിമിൽ സമരം. ഉത്തരം: ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം: സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സബർമതി, വർധ, ചന്ദ്രപൂർ, കൽക്കട്ട. സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വർധ. മഹാരാഷ്ട്രയിലെ വർധയിലാണ് സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ഇവിടെ ഈ ചിത്രത്തിൽ ഗാന്ധിജിക്കൊപ്പം ഇരിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻസ്: ബി ആർ അംബേദ്കർ, സി രാജഗോപാലാചാരി, രവീന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഉത്തരം: രവീന്ദ്രനാഥ ടാഗോർ.
അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം? ഓപ്ഷൻസ് 1927, 1920, 1930, 1925. ഉത്തരം 1920. അടുത്ത ചോദ്യം, തന്റെ സ്കൂൾ പഠനകാലത്ത് സ്കൂൾ ഇൻസ്പെക്ടർ ടെസ്റ്റ് നടത്തിയപ്പോൾ ഗാന്ധിജിക്ക് ശരിയായി എഴുതാൻ കഴിയാതെ പോയ ഇംഗ്ലീഷ് വാക്കേത്? ക്യാൻഡിൽ, ഹാൻഡിൽ, കെറ്റിൽ, ടീച്ചർ. ഉത്തരം കെറ്റിൽ. KETTLE.